അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും പ്രിയമുള്ളവരെ, നമുക്കറിയാം നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നെറ്റ് എക്സാം രാജ്യാന്തര ലെവലിൽ നടക്കുന്ന വളരെ അറിയപ്പെട്ടൊരു കോമ്പറ്റീഷനാണ്. ആ എക്സാം വിജയിക്കുക, ക്വാളിഫൈ ചെയ്യുക എന്ന് വെച്ചാൽ അത്യാവശ്യം ടഫുള്ള ഒരു മത്സരമാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ വർഷത്തെ ഡിസംബർ സൈക്കിൾ UGC നെറ്റ് ഈ വിനീതം ക്വാളിഫൈ ചെയ്യുകയുണ്ടായി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ UGC നെറ്റ് അടുത്ത ആപ്ലിക്കേഷൻ വിളിച്ചു. ഓരോരുത്തരും നെറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയമാണ്. അപ്പൊ നമ്മൾ വളരെ അടിയന്തരമായി ഇത്തരത്തിലുള്ള ഹൈ കോമ്പറ്റേറ്റീവ് എക്സാമുകൾ വരുമ്പോൾ അതിന് വേണ്ട നല്ല ഒരു ശ്രമവും ഒരു ആഗ്രഹവും തീവ്രമായ പരിശീലനവും ആവശ്യമാണ്. ഞാൻ ഏകദേശം 2-3 തവണ നെറ്റ് അറ്റംപ്റ്റുകൾക്ക് ശേഷമാണ് ക്വാളിഫൈ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഒരു ആവറേജ് നിലവാരം പുലർത്തിക്കൊണ്ട് പരീക്ഷകൾ അറ്റൻഡ് ചെയ്തു വന്നു. SSLCയിലോ അല്ലെങ്കിൽ +2 ഡിഗ്രി PG ലെവലിൽ നിന്നും ഒരു ഹൈ ക്വാളിഫൈഡ് മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരാളാണ്. മിഡിൽ ക്ലാസ്സിൽ തന്നെ പഠിച്ചു വന്നു. അൽഹംദുലില്ലാഹ്, ഈ നെറ്റ് എക്സാം നേടിയെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട, ഒരു അതിബുദ്ധിമാന്മാർക്ക് മാത്രമല്ല, മീഡിയം ലെവലുള്ളവർക്കും ഇത്തരത്തിലുള്ള എക്സാമുകൾ നമുക്ക് കരഗതമാക്കാൻ കഴിയും. അതിന് തീവ്രമായിട്ടുള്ള ഒരു ബോധം, അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് ആവശ്യമുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ആദ്യമായി UPയിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായി ഈ നെറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് കേരളത്തിന് പുറത്താണ്. അന്ന് യഥാർത്ഥത്തിൽ ഒരു പരിചയം എന്ന നിലയ്ക്കാണ് പോയിരുന്നത്. എന്താണ് നെറ്റ് എക്സാം, അതിനെക്കുറിച്ച്, അതിന്റെ ബെനിഫിറ്റുകളെ കുറിച്ച് പഠിക്കുകയും രാജ്യാന്തര തലത്തിലുള്ള യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലൊക്കെ നമുക്ക് അധ്യാപകനാവാൻ, അതുപോലെ തന്നെ PhD ചെയ്യാനൊക്കെ അത്യാവശ്യമാണ്. അതുപോലെ നമ്മുടെ അക്കാഡമിക് ലെവലിൽ ഒരു ഹൈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഈ നെറ്റ് മാറുമെന്ന് കരുതി അതിനെക്കുറിച്ച് കോവിഡ് കാലഘട്ടത്തിൽ അതിന്റെ നേട്ടങ്ങൾ, അതിന്റെ മഹത്വം മനസ്സിലായിക്കൊണ്ടാണ് ഒന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെയാണ് ആദ്യമായിട്ട് UP മൊറാദാബാദിൽ വെച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യുന്നത്. അന്ന് യഥാർത്ഥത്തിൽ വളരെ സംഘർഷബോധത്തോടുകൂടി, അവിടുത്തെ ഹിന്ദി ഭാഷ, ഉറുദു ഭാഷ എന്ന് വലിയ വശമില്ലാത്ത സമയത്താണ് ആ സെന്ററിൽ പോയി ആദ്യമായി പരീക്ഷ എഴുതുന്നത്. അതിലൂടെ മനസ്സിലായി, ഇത് അത്ര പെട്ടെന്ന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. കൃത്യമായൊരു പരിശീലനവും കൃത്യമായിട്ടുള്ള ഒരു പഠനവും ഒക്കെ ആവശ്യമെന്ന് മനസ്സിലാക്കി. പിന്നീടാണ് അതിന്റെ സ്ട്രാറ്റജികൾ മനസ്സിലാക്കി പഠനം തുടങ്ങുകയും 1-2 തവണ പിന്നെയും ചെറിയ മാർക്കുകൾക്കൊക്കെ നഷ്ടപ്പെട്ടു. അവസാനം കഴിഞ്ഞ ഡിസംബർ സൈക്കിളിൽ വേണ്ട രൂപത്തിൽ നന്നായിട്ട് തീവ്രമായിട്ട് ഒരു ശ്രമം വേണമെന്ന് പറഞ്ഞ് തുടങ്ങിയാൽ നമുക്ക് കഴിയും. പ്രത്യേകിച്ച് ഈ നെറ്റ് എക്സാം പാസ്സാകാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ കൂടുതൽ സമയം പഠിക്കുകയും വൈഡായിട്ട് പഠിക്കുകയും ചെയ്യുന്നതിലുപരി അതിന്റെ സ്ട്രാറ്റജി, അതിന്റെ പാറ്റേൺ മനസ്സിലാക്കിയിട്ടുള്ള പഠനമാണ് നമ്മളെ തീർച്ചയായിട്ടും ലക്ഷ്യത്തിലെത്തിക്കുക. അല്ലാതെ ധാരാളം പഠിച്ചത് കൊണ്ട് ആവശ്യമില്ല. എനിക്ക് 2-3 അറ്റംപ്റ്റുകളിലൂടെ മനസ്സിലായി. കാരണം വൈഡായിട്ട് പഠിക്കാൻ ഏരിയകളുണ്ട്. സബ്ജക്റ്റ് പേപ്പർ ആണെങ്കിലും, ഫസ്റ്റ് ജനറൽ പേപ്പർ ആണെങ്കിലും, പ്രത്യേകിച്ച് ജനറൽ പേപ്പറിലൊക്കെ നന്നായിട്ട് പഠിക്കാനുണ്ട്. 10 യൂണിറ്റുകളിലായി. അതുപോലെ തന്നെ സബ്ജക്റ്റ് പേപ്പർ, ഞാൻ അറബിക് സബ്ജക്റ്റ് തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ അറബിക്കിൽ 20 യൂണിറ്റുകളോളം പഠിക്കാനുണ്ട്. ഇതൊക്കെ കൃത്യമായി രണ്ടിനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു നല്ല മാർക്ക് നേടിയെടുക്കാൻ കഴിയും. നമുക്കൊക്കെ അറിയാം, നെറ്റിന് 6%, JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായത്തോടുകൂടി PhD ചെയ്യാൻ ഫിനാൻഷ്യലി ഒരു സപ്പോർട്ട് തരുന്നതാണ് JRF. അത് നേടാമെങ്കിൽ അതിൻ്റെതായ രൂപത്തിൽ അധ്വാനിച്ച് പഠിക്കുന്നവർക്ക് JRF നേടാൻ കഴിയും. അതിന്റെ കട്ട് ഓഫ് വളരെ മുകളിലായിരിക്കും. അപ്പൊ ആ രൂപത്തിൽ ഒരു ശ്രമം നമ്മൾ നടത്തണം. പ്രത്യേകിച്ച് അറബിക് സബ്ജക്റ്റിലൊക്കെ ഉമ്മഹാത്തുൽ കുത്തുബിനെ ആശ്രയിച്ചുകൊണ്ടാണ് കൂടുതലും ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ PDF നോട്ടുകളും മറ്റ് ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്നതിന്റെ പുറമെ ഉമ്മഹാത്തുൽ കുത്തുബ്, നമ്മുടെ ഹന്ന ഫാഖൂരി, അതുപോലെ ഉമർ ഫറൂഖ്, ഹസൻ സിയാത്തിന്റെ ഒക്കെ താരിഖ് അദബുൽ അറബി ഗ്രന്ഥങ്ങളുണ്ട്. അതിന്റെയൊക്കെ കൃത്യമായ PDF-കളോ നോട്ടുകളോ അതിന്റെ ടെക്സ്റ്റുകളോ ഒക്കെ കിട്ടി അതിന്റെ കൃത്യമായിട്ട് ഓരോ സാഹിത്യകാരന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ അതിൽ നിന്ന് അടയാളപ്പെടുത്തി നോട്ട്സുകളിലേക്ക് രേഖപ്പെടുത്തി വെച്ചിട്ട് അത് കൃത്യമായ നോട്ടുകൾ നന്നായി ഫോളോ ചെയ്ത് ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഉപകാരപ്പെടും. അതുപോലെ ഏറ്റവും സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ക്വസ്റ്റ്യൻസ് സീരീസുകൾ തന്നെയാണ്. നന്നായിട്ട് UGC നെറ്റിന്റെ പാറ്റേണിലുള്ള ധാരാളം ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നത് നമ്മൾ എവിടെ എത്തി എന്ന് നമ്മളെ അനലൈസ് ചെയ്യാൻ അത് ധാരാളമായി ഉപകരിക്കും. ധാരാളം ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പൂളുകളിലും അതുപോലെ ടെലഗ്രാം ക്വസ്റ്റ്യൻ പൂൾസിലും അതുപോലെ കോഴ്സുകളിലൊക്കെ ജോയിൻ ചെയ്ത് ധാരാളം ക്വസ്റ്റ്യൻസുകൾ
നമ്മൾ ചെയ്ത് അത് നമ്മളുടെ വിജയത്തിൽ വലിയ ഒരു മുതൽക്കൂട്ടാകും. അതുപോലെ ബലാഗ, ഇൽമുൽ അറൂബ് ആ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇൽമുൽ ബലാഗയ്ക്ക് നമ്മൾ ചോദിക്കുന്ന UGC ചോദിക്കുന്നത് അലി മുസ്തഫ ജാരിം, അതുപോലെ അലിയൽ ജാരിം, അതുപോലെ മുസ്തഫ അമീൻ തുടങ്ങിയവരുടെ അൽ ബലാഗത്തുൽ വാദിഹ് എന്നൊരു ഗ്രന്ഥമുണ്ട്. ഈ ഗ്രന്ഥം ഉപകാരപ്പെടും. അതുപോലെ ഞാൻ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു കാശ്മീരിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏജാസ് അഹമ്മദ് വനായി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ദലീലുൽ ഇഖ്തിബാർ തനാഫുസി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് വേറെ പോയിന്റുകളുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉള്ള നല്ല ഒരു പുസ്തകമാണ്. ആ പുസ്തകവും അന്വേഷിച്ച് വായിച്ചു നോക്കുന്നവർക്ക് അറബി എക്സാമിൽ വളരെ ഉപകാരം ചെയ്യും. അതുപോലെ പലതരത്തിലുള്ള കോഴ്സുകൾ ജനറൽ പേപ്പറിനും സെക്കൻഡ് പേപ്പറിനൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായി ഫോളോ ചെയ്ത് നമ്മൾ നന്നായി ആ ക്വസ്റ്റ്യൻസ് ഓരോ യൂണിറ്റുകളും പഠിച്ച് അനലൈസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെറ്റ് JRF ലക്ഷ്യം വെക്കുന്നവർക്ക് അത് തന്നെ നേടിയെടുക്കാൻ കഴിയും. ആ ഒരു രൂപത്തിൽ എല്ലാവരും നന്നായിട്ട് അധ്വാനിച്ച് പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിജയം തീർച്ചയായിട്ടും നമ്മോടൊപ്പം ഉണ്ടാകും. തീവ്രമായിട്ടുള്ള ആഗ്രഹവും നമ്മുടെ ശ്രമവുമാണ് നമ്മളെ വിജയത്തിലെത്തിക്കുക. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ് അൽഹംദുലില്ലാഹ് ആ നെറ്റ് എക്സാം ഈ വിനീതന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ആ ഒരു അനുഭവം നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.